നമസ്കാരം. വളരെ മോശപ്പെട്ട സംഭവമാണ് ഇന്നലെ നമ്മുടെ കേരളത്തിലെ തിരുവല്ലയിൽ പട്ടാപ്പകൽ നടന്നത്. കുറെ ഗുണ്ടകൾ ചേർന്ന് കടകളിലെത്തി ഗുണ്ടാ പിരിവ് നടത്തുക, പിരിവ് നൽകിയില്ല എങ്കിൽ കഴുത്തിൽ കത്തിവെച്ച് ഗുണ്ടകൾ നോക്കി നിൽക്കെ ജീവനക്കാരിയെ പീഡിപ്പിക്കുക, എന്നിട്ട് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുക, അത് സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുക. വെറുപ്പ് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? ഒരമർഷവും തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഈ കേരളത്തിലെ ഭരണകൂടത്തോട്? ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടന്നതിന്റെ പിന്നിൽ ആഭ്യന്തരമന്ത്രി സഖാവ് പിണറായി വിജയന്റെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം കാപ്പ കേസിൽ പ്രതികളായവരാണ് ഈ ക്രൂര കൃത്യം നടത്തിയിരിക്കുന്നത്. ഗുണ്ടാ പ്രവർത്തന നിരോധന നിയമമാണ് കാപ്പ. ഇതിന്റെ പരിധിയിൽപ്പെടുന്ന കുറ്റവാളികളെ സ്വൈരവിഹാരം നടത്താനും പീഡനം നടത്താനും പിടിച്ചുപറി നടത്താനും പെരുന്നാൾ കൂടാനും ഉത്സവം കൂടാനും ഒക്കെയായി അഴിച്ചുവിട്ടത് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പല്ലേ? അതിന്റെ തലവൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന് തന്നെയല്ലേ? പോയിട്ട് വാടാ മക്കളെ, എന്ത് വലിയ കുറ്റം ചെയ്താലും സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ എന്നല്ലേ ഈ ഭരണകൂടം പറഞ്ഞു വെക്കുന്നത്? അതുകൊണ്ടല്ലേ പിണറായി സർക്കാർ കുറ്റവാളികൾക്ക് ജയിലിൽ കൂലി വർദ്ധിപ്പിച്ചത്? ഇതിനൊക്കെ നമ്മൾ എന്താണ് മറുപടി പറയുക? കുറ്റം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിന്റെ പ്രശ്നമാണ്, ഭരണകൂടത്തിന്റെ ഇച്ഛാശക്തിയുടെ പോരായ്മയാണ്. തിരുവല്ലയിൽ കാപ്പ കേസിലെ പ്രതികൾ സ്പായിൽ കയറി കത്തിയെടുത്ത് അഴിഞ്ഞാടിയെടുത്ത് എത്തി നിൽക്കുന്നത്. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം എന്നല്ലേ നാട്ടുനടപ്പ്? ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കുമെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇവിടെ പിണറായിയുടെ ഭരണകാലത്ത് ഉപ്പു തിന്നവൻ കുടിക്കുന്നത് പായസമാണ്. ഇത്തരം നികൃഷ്ടമായ സംഭവം നമുക്ക് വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. നാളെ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും ഇവരെ പോലെയുള്ളവർ കയറി വരും. അത് വരാതിരിക്കാൻ ഇത് ഭരണകൂടത്തിന്റെ കുറ്റകരമായ അനാസ്ഥയാണ് എന്ന് കേരളത്തിലെ പെൺകുട്ടികൾ ഒരുമിച്ച് നിന്ന് വിളിച്ചു പറയേണ്ട സമയം വല്ലാതെ അതിക്രമിച്ചിരിക്കുന്നു. തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളെ, നിങ്ങളെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്.